ചായ കുടിച്ചു. ചായ കുടിച്ചു. സുഖം. ഈ മനുഷ്യനെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ പോകും എന്ന് കരുതി നിന്നതാന്ന് പറയുന്നുണ്ട്. സീമ ഹൈ എന്ന് വിളിക്കുന്നുണ്ട്. വേറെ എന്താ വിശേഷങ്ങൾ? പടക്കം പടക്കനെ വരൂ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സുനിൽ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. പറ്റുന്നില്ല വയ്ക്കായി അനീതി എന്ന് പറയുന്നുണ്ട്. ലീജപ്പങ്ങൾ ലൈലപ്പങ്ങൾ വന്നിട്ടുണ്ട്. ലൈലപ്പങ്ങൾ ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെ വിശേഷങ്ങൾ? സീമേച്ചി എന്ന് പറയുന്നുണ്ട്. സീമുട്ട എന്ന് വിളിക്കുന്നുണ്ട്. ലൈലപ്പങ്ങൾ വന്നിട്ടുണ്ട്. ലൈലപ്പങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. നവനീത് ഹൈ എന്ന് പറയുന്നുണ്ട്. അനീത് എന്ന് പറയുന്നുണ്ട്. സീമപ്പങ്ങൾ പറയുന്നത് നവനീത് ഹൈ എന്ന് പറയുന്നുണ്ട്. ആൽബ്രയി എന്ന് വിളിച്ച് സ്നേഹം എന്ന് വരുന്നുണ്ട്. നമ്മുടെ ലൈലപ്പങ്ങൾ. പിന്നെ ഏതാ ഗിരിജാ സിസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട്. സീമ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. നവനീത് ബ്രോ വിളിക്കുന്നുണ്ട്. ലൈലപ്പങ്ങൾ വിളിക്കുന്നുണ്ട്. സീമുട്ട എന്ന് വിളിക്കുന്നുണ്ട്. സീമുട്ട എന്ന് വിളിക്കുന്നുണ്ട്. ലൈലൂട്ട എന്ന് വിളിക്കുന്നുണ്ട്. സീമുണ്ട്. സുനിൽ കുമാറേ ഹൈ എന്ന് പറയുന്നുണ്ട്. നമ്മൾ വിളിക്കുന്നുണ്ട്. നവനീത് എന്ന് വിളിക്കുന്നുണ്ട്. ലൈലപ്പങ്ങൾ വിളിക്കുന്നു. നവനീത് എന്ന് വിളിക്കുന്നുണ്ട്. ഗിരിജ എന്ന് വിളിക്കുന്നുണ്ട്. ജസിസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട്. വിശേഷം കൊതുകു കടി കൊള്ളുന്നു എന്ന് പറയണ ആണോ? ഇവിടെയും കൊതുകടി. അത് റബ്ബറിൻ്റെ അവിടെ നിങ്ങളൊക്കെ റബ്ബറുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ എനിക്കില്ല റബ്ബർ, പക്ഷേ അയൽവക്കത്തൊക്കെ റബ്ബറുണ്ട്. ഗിരിജ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ വിശേഷം കൊതുകടി എന്ന് പറയുന്നുണ്ട്. ഹൈ ലൈല ഹൈ എന്ന് പറയുന്നുണ്ട്. നവനീതി എന്ന് വിളിക്കുന്നുണ്ട്. സുനിൽകുമാർ ഹൈ എന്ന് പറയുന്നുണ്ട്. സീമ ചേച്ചി എന്നും ഇങ്ങനെ ആണ്. ആൽചേട്ടൻ വീട്ടിലെത്തുന്നവരെ എന്നും വൈകിട്ടത്തെ ലൈവിൽ ഞാൻ ഒറ്റയ്ക്ക് കൂട്ടുനിൽക്കുന്നത്. ചില ദിവസം ജിജി ചേച്ചിയും കാണും. അയ്യോ ഞാനങ്ങനെ കൂടുതൽ സമയമൊന്നും അവിടെ നിൽക്കില്ല, ഒരിടത്ത് ഞാൻ നിൽക്കില്ല, എപ്പോഴും വീട്ടിൽ തന്നെ. ഇവിടെ അടുത്ത് റബ്ബർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാണോ? അപ്പോൾ എനിക്ക് തോന്നണത് അവിടെ എന്തെങ്കിലും കെട്ടിക്കിടപ്പുണ്ടാവും. ആ ഭാഗത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കെട്ടിക്കിടപ്പുണ്ട്, വെള്ളങ്ങളൊക്കെ. അങ്ങനെയാണ് കൂടുതലിപ്പോൾ പെരുക്കുന്നത്. ചന്ദ്രികയിലലിയുന്ന ചന്ദ്രകാന്തം. നവനീത് ലൈലത്താന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് റബ്ബറൊന്നുമില്ല എന്ന് പറയണ്ട. ഗിരിജാസേ എന്ന് വിളിക്കുന്നുണ്ട്. നവനീത് ബ്രോ. ഇതിപ്പോൾ വേറെ തന്നെ എന്തൊക്കെ വിശേഷങ്ങൾ പറയും. ജാരി തത്തമ്മേ നിൻ്റെ കോഴി കൊത്തല്ലേ, ദരിതത്തമ്മേ എന്നെ കോഴി കൊത്തല്ലേ, കോഴി കൊത്തിയാലോ എൻ്റെ മാല പൊട്ടില്ലേ, മാല പൊട്ടിയാലോ എന്നെ വീട്ടിലറിയൂലേ, വീട്ടിലറിഞ്ഞാലോ എന്നെ അമ്മ തല്ലൂലേ. സീമുട്ട പോയോ എന്ന് ചോദിക്കും. സീമുട്ടൻ പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. സീമുട്ടൻ പോയി കാണത്തില്ല. ഇപ്പം അന്നേ ഉള്ളൂ സീമുട്ടൻ പോയി കാണത്തില്ല. മോളെ വേറെ തന്നെ കണ്ണിനെന്താ എന്നൊന്ന് പറഞ്ഞാൽ മതി. കണ്ണിനൊക്കെ എങ്ങനെയുണ്ട്? കുറഞ്ഞു വരുന്നല്ലേ? ലൈലത്ത് ആൻചേട്ടനെ വീട്ടിൽ കൊണ്ടാക്കിയ സ്ഥിതിക്ക് ഞാൻ അയ്യോ പോകണ്ട, അതില്ലേ അവിടെ നിൽക്കുമോ? ആൾക്കാരൊക്കെ വരട്ടെ, സംസാരിക്കാം. മറ്റൊരു ആശുട്ടനും ജാസൂട്ടനും മറ്റേ ഈ പ്രാർത്ഥനയിലാണ് ഈ സമയത്ത്. 8 മണി കഴിഞ്ഞാലേ അവരെ കിട്ടും. 8 മണിയാവും. അതുപോലെ തന്നെ പിന്നെ വിലാസിനി അമ്മ ഒക്കെ ജോലിയിലാണ്, ജോലി തിരക്കിലൊക്കെയാണ്. അതൊക്കെയാണ് അവരൊന്നും കാണാത്തത്. ജിജിക്കുട്ടിയും ജോലി തിരക്കിലായിരിക്കും.
വൈകുന്നേരം